ചാലക്കുടിയിൽ ഇത്തരത്തിൽ മദ്യപാനം ജീവിതം നശിപ്പിക്കപ്പെട്ട പിന്നീട് അത് തിരിച്ചറിഞ്ഞ് ജീവിതത്തിലേക്ക് വന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെയാണ് നമ്മൾ ഇനി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേര് ജോഷി എന്നാണ്. അദ്ദേഹത്തിന് 3 ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു. ചില്ലറക്കാരനൊന്നും അല്ലായിരുന്നു. ടൂറിസ്റ്റ് ബസ് വരെ വിറ്റാണ് അദ്ദേഹം. എല്ലാം വിറ്റ് തൊലച്ചാണ് കുടിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതകഥ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് സൂരജ് സജി. സൂരജ് സജിയോടൊപ്പം ജോഷി ചേട്ടൻ ചേരുന്നുണ്ട്. ജോഷി ചേട്ടൻ തന്നെ പറഞ്ഞു കൊടുക്കട്ടെ ആളുകളുടെ അടുത്ത് എങ്ങനെയാണ് മദ്യപാനത്തിൽ നിന്ന് അദ്ദേഹം മാറിയതെന്ന്, മദ്യപാനം എന്തൊക്കെ വിപത്ത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് അവരുടെ കഥയിലേക്കാണ്. വെള്ളം സിനിമയിലെ ജയസൂര്യയുടെ കഥാപാത്രം അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ല. ഇങ്ങ് ചാലക്കുടിയിലേക്ക് എത്തിയാൽ അങ്ങനെ ഒരാളുണ്ട്, ജോഷി കരുപ്പായി. ചാലക്കുടിയിലെ ബാറുകളൊക്കെ പൂട്ടിയതിനു ശേഷം വീട്ടിലെത്തുന്നതായിരുന്നു പതിവ്. 3 ടൂറിസ്റ്റ് ബസ്സുകൾ ആ മദ്യപാനത്തിൽ നഷ്ടമായി. പക്ഷെ തിരിച്ചറിവ് വന്നതോടെ ജോഷി മദ്യപാനം അവസാനിപ്പിച്ച സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. ഇന്ന് 3 ബ്യൂട്ടി പാർലറുകളുടെ ഉടമയാണ് ജോഷി. ആ ജീവിതകഥയിലേക്കാണ് ഇനി. ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ ജോഷി, അല്ലേടാ? നല്ല അടിയായിരുന്നു. ഓക്കെ, നല്ല അടിയായിരുന്നു. ഒരു എന്താ പറയുക, ഒരു 22 വർഷം മുമ്പാട് നല്ല മദ്യപാനിയായിരുന്നു. എന്തായിരുന്നു ചേട്ടൻ? എത്ര വാഹനങ്ങളൊക്കെ, കുറേ വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ നല്ല കൂടിയ സമയത്ത് എനിക്ക് 3 മിനി ബസ് ഉണ്ടായിരുന്നു. സ്കൂൾ ട്രിപ്പും നാടകവും പരിപാടികളൊക്കെ ആയിട്ട്. അതെല്ലാം നശിച്ചുപോയി. എപ്പോഴാണ് ഒരു ഇതിലേക്ക്, അതായത് തിരിച്ചുപോക്കിലേക്ക് ആഗ്രഹിക്കുന്നത് എങ്ങനെയായിരുന്നു? വിവാഹം കഴിഞ്ഞു. അങ്ങനെ വിവാഹം കഴിയാന്ന് പറഞ്ഞൊരു കല്യാണം ഒരു കണക്കിന് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ആ നേരത്തെ അങ്ങനെ മദ്യപാനികൾക്ക് ഒരാളും തരില്ലല്ലോ. എന്തായാലും ചെറിയൊരു ഇഷ്ടപ്പെട്ട പെൺകുട്ടിനെ ആലോചിച്ച് അങ്ങനെ നടന്നു. അതിനുശേഷം അവളും അമ്മയും കൂടിയിട്ട് തന്നെ ഒരു നമ്മുടെ ഇരിങ്ങാലക്കുട രൂപതയുടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്, നവചൈതന്യ. അതിൽ കൊണ്ടുവന്നാക്കി. അതിൽ നിന്നാണ് എനിക്ക് മോചനം കിട്ടുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ ഒരുപാട് കടക്കാരനും എന്ത് ചെയ്യണം എന്നുള്ളൊരവസ്ഥയിൽ ഇറങ്ങുമ്പോഴാണ് കടക്കാർ മുഴുവൻ വളഞ്ഞു. അപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങളെന്നെ ഇവിടെ നിലനിർത്താൻ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കടപാടുകളൊക്കെ ഞാൻ തീർത്തുതരാം. അതല്ലെങ്കിൽ എനിക്കൊരു ആത്മഹത്യ എന്നുള്ളൊരു വഴിയേ ഉള്ളൂ. എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കാം. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു പ്രയത്നമാണ്. എനിക്കൊരു 3 വീലിൻ്റെ ഒരു വിക്രം എന്നൊരു വണ്ടി ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ അത് വെച്ചാണ് ട്രൈ ചെയ്തു. അവിടെ നിന്നാണ് എൻ്റെ സാമ്പത്തികത്തിൻ്റെ ഒരു മാറ്റങ്ങൾ വരുന്നത്. ഞാൻ പിന്നീട് ഇവിടെ ഒരു കട വാങ്ങിച്ചു, സ്ഥലം വാങ്ങിച്ചു, കട പണിതു, പിന്നെ മക്കളെ പഠിപ്പിച്ചു. അങ്ങനെ അങ്ങോട്ട് ഒരു നല്ലൊരു ഉയർച്ചയിൽ ബ്യൂട്ടി പാർലർ തുടങ്ങുമായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നി ഒരു റൂം പണിത് കിട്ടും, ഇനി എന്ത് ചെയ്യണം അതിൽ. അങ്ങനെയാണ് ഞാൻ ഒരു ബ്യൂട്ടി പാർലർ എന്നൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുന്നത്. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ എന്തായാലും കുറച്ച് പണിക്കാരെ, നമ്മൾ ഹിന്ദിക്കാരെ വെച്ചുകൊണ്ട് ഒരു ഷോപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ 3 ഷോപ്പുണ്ട് എനിക്ക്, വേളുക്കര, കുറ്റിക്കാട്, എരിഞ്ഞിപ്പുറ. എന്തായാലും പലപ്പോഴും ഈ ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ പറയുന്നത് ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ ജോഷി ചേട്ടൻ ഒരു മാതൃകയാണ് എന്നത് മാത്രമല്ല, പലരെയും ഈ ലഹരിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അഭിനന്ദനകരമായ ഒരു ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.